ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിന്ന് ഇപ്പൊ എത്തിയിട്ടുള്ളത് നമ്മളെ ബോട്ട് ഹൗസിലേക്ക്, നമ്മളെ ഊട്ടി അല്ലേ, ബോട്ട് ഹൗസിലേക്ക്. നല്ല പറയാ, നല്ല ചാർജാട്ടോ. എൻട്രൻസ് ഫീസ് 25 രൂപ. അങ്ങനെ ഞങ്ങൾ 9 ആള് എൻട്രൻസ് ഫീസ് എടുത്ത് ഇതിനുള്ളിൽ കയറിയിട്ടുണ്ട്. പക്ഷെ ബോട്ടിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടില്ല. അപ്പൊ ഓരോടൊക്കെ ചോദിച്ചിട്ട് വേണം എടുക്കാൻ. കാരണം 9 ആൾ കയറുമ്പോൾ ഞങ്ങൾ 10 ആളെ ബോട്ട് എടുക്കണം. 10 ആളെ ബോട്ടിന് ഏകദേശം 1,200 അടുത്ത് വരും. അപ്പോൾ നമ്മൾ ഏതൊരു ട്രിപ്പ് ഒരു പ്ലാൻ, ഒരു ബഡ്ജറ്റ് പ്ലാൻ ഉണ്ടാവുമല്ലോ, അതിന് പുറത്തേക്ക് പോകാൻ പാടില്ലല്ലോ. അപ്പോൾ ഓരോടൊക്കെ ചോദിച്ചിട്ട് വേണം. പറയാലോ, ഒരു കപ്പിളായിട്ടൊക്കെ വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിരിക്കും അല്ലേ. അതെ, 2 സീറ്റുള്ള ബോട്ട് എടുത്താണ്ട് അതിനൊക്കെ വേറെ റേറ്റ്. അത് പെഡൽ ബോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി എനിക്ക് തോന്നുന്നത് ഒരു 325ഉം 50ഉം 400 രൂപേന്റെ ഉള്ളിലേ വരും. ഞങ്ങൾ 10 ആളൊക്കെ ആകുമ്പോൾ മോട്ടോർ ബോട്ടാണ്, അപ്പോൾ അതിന് കുറച്ച് റേറ്റ് കൂടും. അപ്പോൾ നമ്മളിവിടെയാണ് ഉള്ളത്. ഇപ്പോൾ ഞങ്ങൾ മറ്റേ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നേരെ ഇങ്ങോട്ട് പോകുന്നതാണ്. 2 ട്രിപ്പാണ്, അപ്പോൾ അങ്ങോട്ട് പോകുന്നതാണ്. ഇവിടെ നല്ല പറയാം, നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ, നല്ല ക്രൗഡ് ഉണ്ട്. ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ നടന്നു വരാം. ഹലോ, പറയാം കേട്ടോ, നമ്മുടെ ടീമാണ്. നല്ല ക്രൗഡാണ്. ഇപ്പൊ ഒരു വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയി സമയം. 4 മണി കഴിഞ്ഞാ ഇതാണ് ഇതിന്റെ ബോട്ട് സംവിധാനം. ഇതാണ് കേട്ടോ, ഒരുപാട് ബോട്ടുകളുണ്ടല്ലേ വെള്ളത്തിൽ. നമുക്കിഷ്ടമുള്ളത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്താണ്ട് ഇവിടുന്ന് കയറാം. 10 ആളുള്ള ബോട്ടുണ്ട്, 6 ആളുള്ള ബോട്ടുണ്ട്, 8 ആളുള്ള ബോട്ടുണ്ട്, എല്ലാം ഉണ്ട്. കപ്പിൾസിനായിട്ടുള്ള ബോട്ട് വേറെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറങ്ങി നോക്കാം. ഇതൊക്കെയാണ് പെഡൽ ബോട്ടുകൾ. 2 ആൾക്കുള്ളത്. 2 ആളോ 3 ആളോ? 2 ആളാണ്. ശരി, താങ്കൂല നമുക്ക് പോയി വെക്കാം. വാ, ഭയങ്കര വില. എന്താ പിന്നോ എന്താണ് ചിലർ എന്തിനാ? എടാ എടാ അളിയാ, നീച്ച് വാളിയാ അല്ലേ, പിച്ചക്കാരനായോ? ഇവിടേക്ക് വരാന് നമ്മളെ കർണാടക ബൊട്ടാണിക്കൽ ഗാർഡല്ലേ, ഗൂഡല്ലൂർ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ. ആ ഗാർഡനിൽ പിന്നെ ഇങ്ങോട്ട് അധികം ദൂരമല്ലോ, ഒരു 5-6 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ നേരെ പോന്നാൽ മതി. പിന്നെ ഇവിടുത്തെ ഭയങ്കര എക്സ്പെൻസ് ആണ്. ഭയങ്കര എന്ന് വെച്ചാൽ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര, നമ്മുടെ നാട്ടിൽ തന്നെ വെച്ച് നോക്കുമ്പോഴേ ഭയങ്കര വിലയാണ്. ഒന്നും വാങ്ങാൻ പോലും തോന്നൂല, അത്രയും വില. അപ്പോൾ ഞങ്ങൾ ഇവിടെ കയറുന്നില്ല തീരുമാനിച്ച്. പിന്നെ ഭയങ്കര റേറ്റ് പറഞ്ഞപ്പോൾ ആർക്കും വലിയ താല്പര്യമില്ല. എത്ര കൊടുത്ത് ഇങ്ങനെ കയറണമെന്നൊരു സംശയം. അപ്പോൾ പിന്നെ നമുക്ക് അതന്നെയാണ്. അപ്പോൾ ഞങ്ങൾ കയറിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകണം. പിന്നെ ഈ ബോട്ട് ഹൗസിൻ്റെ അടുത്ത് നമ്മൾ ബോട്ട് മാത്രമല്ല, ഇവിടെ കുറേ ഗെയിംസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടിക്കറ്റ് എടുത്തുകൊണ്ട് നമുക്ക് അതൊക്കെ ചെയ്യാം. ഈ അമ്പെഴുതൽ, മറ്റേ വെടിവെക്കണേ, അങ്ങനത്തെ ഒക്കെ പ്രൈസ് അടിക്കണേ, ഷൂട്ടിങ്, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. പക്ഷെ ഇവിടെ ഒക്കെ കുറേ റെസ്ട്രിക്ഷൻസ്. അതാ വെച്ചാൽ ആദ്യം ഒരു ടിക്കറ്റ് എടുത്ത് കയറി, പിന്നെ വേറെ ടിക്കറ്റ് എടുത്ത് കയറണം. ഉള്ളിൽ വേറെ എവിടെയും പോകണമെന്നുണ്ട്. ബോട്ടിൻ്റെ അവിടേക്ക് വേറെ ടിക്കറ്റ് അല്ലേ. ഹോഴ്സ് റൈഡിങ് ഉണ്ട്. ഇത് കണ്ട നല്ല രസമുണ്ട് അല്ലേ. ഇല്ലല്ല, ഞാൻ കയറുന്നില്ല. പിന്നെ പ്രധാന ഒരു ഐറ്റമാണ് ഇവിടെ ഹോഴ്സ് റൈഡിങ്. ഒരുപാട് പേര് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. കയറണോ? കയറണോ? എന്താ പേടിയാ? പേടി. അമ്മ എന്താ പാട്? കയറണോ? ഇങ്ങോട്ട് നോക്കി. കയറണോ? വേണ്ട, പേടിയാണ്. അത് ഓടില്ല, നടക്കുള്ളൂ. ഹോഴ്സ് റൈഡിങ് ഉണ്ട്. അത് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. അതിന് ടിക്കറ്റ് റേറ്റ് ഞാൻ അവിടെ കാണിച്ചു തരാം. ടിക്കറ്റ് റേറ്റ് ഇടുന്ന ഇതാണ് കേട്ടോ, ഹോഴ്സ് റൈഡിങ്ങിൻ്റെ ഇതാണ് ടിക്കറ്റ് റേറ്റ്. ബോട്ട് റേസിംഗ് അല്ല, ബോട്ട് യാത്ര എന്ന് പറഞ്ഞാൽ ബോട്ട് പോരാതെ തന്നെ ഞങ്ങൾ നിർത്തി, കയറാതെ തന്നെ ഞങ്ങൾ നിർത്തി. 5-9 ആൾ അങ്ങോട്ട് വന്ന് കയറാൻ. അപ്പോൾ പകുതിയിലേറെ പേർക്കും താല്പര്യമില്ല കയറാൻ. പിന്നെ ഇതിനെ പൈസയും വെച്ച് നോക്കുമ്പോൾ നമുക്ക് വേണ്ടാന്നുള്ളൊരു നഷ്ടമാണ് തോന്നില്ലേ. പക്ഷെ ഇതുവരെ വന്നതേക്ക് കയറൊക്കെ ചെയ്യാമോ? പർച്ചേസിങ്ങാ? അവിടെ പർച്ചേസിങ് ഉണ്ട് കുറച്ച്. എന്നിട്ട് എന്നാ പോയി നോക്കിയാലോ.
അതെ, കാണാനൊന്നും പൈസ കൊടുക്കണ്ട. കാണാൻ പൈസ കൊടുക്കണ്ടെന്നാ 25 രൂപ ഒരാൾക്ക് വെച്ച് കേട് കൊടുക്കണേ. കാണാനും പൈസ ഉണ്ട് കേട്ടോ. റോട്ടുമ്പോൾ നിങ്ങൾ കിടക്കാൻ തന്നെ 25 രൂപ ഒരാൾക്ക് എൻട്രൻസ് ഫീസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ബോട്ടിൻ്റെ ഫീസ് വരുന്നത്. ബോട്ടിന് പല ചാർജാണ്, നല്ല ചാർജുണ്ട് ബോട്ടിന്. 4 500 രൂപ തന്നെ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഞങ്ങൾ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ കയറാൻ വരുന്നവരും നിരാശരാതൊന്നും വേണ്ട. ഇങ്ങോട്ട് വരുന്നവർക്ക് തീർച്ചയായിട്ടും കയറാം. കപ്പിൾസിനെ അല്ലെങ്കിൽ ഒരുപാട് ആളുണ്ടാകുമ്പോൾ നമുക്ക് തോന്നണം ഒരുപാട് ചാർജ് ആവണ്ടെന്ന്. അത് അപ്പോടെ ഞാൻ കഴിയുന്നവർക്ക് തീർച്ചയായിട്ടും വരാം. പിന്നെ താല്പര്യം വേണം, അത് വലിയൊരു കാര്യമാണ്. നമ്മളുള്ളവർക്ക് ഇപ്പോൾ 9 ആളുള്ളവർക്ക് 6 പേർക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ പിന്നെ കയറിയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇവിടെ കറങ്ങി നടക്കുന്നത്. അല്ലെങ്കിൽ അവിടെ റോട്ടിൽ നിൽക്കണം. 25 രൂപയ്ക്കുള്ള കാര്യങ്ങളൊന്നും ഇല്ല അവിടെ. അതൊരു വേറെ കഥ. എന്നാലും സംഭവം രസമാണ്. വെറുതെ എങ്ങനെ അങ്ങോട്ട് നടക്കാം. അതെ അതെ, ഇത്രയൊക്കെയാണ് ഊട്ടിയിലെ ബോട്ട് സർവീസിന്റെ അല്ലേ കാഴ്ചകള്. അപ്പോൾ വരുന്നവർക്ക് എന്തായാലും കയറാം. ഞങ്ങൾ കയറിയിട്ടില്ലാന്നേ ഉള്ളൂ. വരുന്നവർക്ക് കയറാം അല്ലേ? അപ്പോൾ പുതിയൊരു സൂപ്പറാണ്. അതെ അതെ അതെ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. ബൈ.